സകല ജനപദങ്ങളും നിന്നെ ഭാഗ്യവതി എന്നു കീർത്തിക്കും. അമ്മേ, ഞങ്ങളെല്ലാവരും നിന്റെ ദിവ്യമഹത്വം വർണ്ണിക്കും. സകല ജനപദങ്ങളും നിന്നെ ഭാഗ്യവതി എന്നു കീർത്തിക്കും. അമ്മേ, ഞങ്ങളെല്ലാവരും നിന്റെ ദിവ്യമഹത്വം വർണ്ണിക്കും. ഞങ്ങളെ കാക്കുന്ന സ്നേഹമേ, നിന്നെ നന്ദിയോടെന്നെന്നും ഓർമ്മിക്കും. ഞങ്ങളെ കാക്കുന്ന സ്നേഹമേ, നിന്നെ നന്ദിയോടെന്നെന്നും ഓർമ്മിക്കും. നിത്യം ജപമാല കൈകളിലേന്തി നിൻ സ്വർഗീയ മധ്യസ്ഥം യാചിക്കും. നിത്യം ജപമാല കൈകളിലേന്തി നിൻ സ്വർഗീയ മധ്യസ്ഥം യാചിക്കും. സകല ജനപദങ്ങളും നിന്നെ ഭാഗ്യവതി എന്നു കീർത്തിക്കും. അമ്മേ, ഞങ്ങളെല്ലാവരും നിന്റെ ദിവ്യമഹത്വം വർണ്ണിക്കും. സകല ജനപദങ്ങളും നിന്നെ ഭാഗ്യവതി എന്നു കീർത്തിക്കും. അമ്മേ, ഞങ്ങളെല്ലാവരും നിന്റെ ദിവ്യമഹത്വം വർണ്ണിക്കും. അമ്മേ, ഞങ്ങളെല്ലാവരും നിന്റെ ദിവ്യമഹത്വം വർണ്ണിക്കും. അമ്മേ, ഞങ്ങളെല്ലാവരും നിന്റെ ദിവ്യമഹത്വം വർണ്ണിക്കും. സകല ജനപദങ്ങളും ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കേണ്ട പരിശുദ്ധ മറിയം. പ്രിയമുള്ളവരെ, കാർമൽ ഗീതങ്ങൾ നമുക്കായി ഒരുങ്ങുമ്പോൾ മാലാഖമാരുടെ രാജ്ഞി, ഭാവാന്മാരുടെ രാജ്ഞി, ശ്ലീഹന്മാരുടെ രാജ്ഞി, ദീർഘദർശികളുടെ രാജ്ഞി, എത്രയോ രാജ്ഞീപദം അലങ്കരിക്കുന്നവളാണ് പരിശുദ്ധ അമ്മ. ഓരോ മകനും മകളും ഏറെ കടമയില്ലേ മാനവരക്ഷകനായ ഈശോയെ വളർത്തി നമുക്ക് രക്ഷ പ്രദാനം ചെയ്യുവാൻ പാടുപെട്ടവൾ. ദൈവഹിതത്തിന് കീഴ്വഴങ്ങി നമ്മെ നയിക്കുവാൻ തിരുപുത്രൻ നൽകിയ ആ സ്നേഹമാതാവിനെ പാടിപ്രകീർത്തിച്ച് വണങ്ങുവാൻ എല്ലാ മക്കൾക്കും കടമയില്ലേ? അമ്മയുടെ സ്നേഹത്തെ വാനോളം നമുക്ക് പുകഴ്ത്താം. അതുവഴി നല്ല ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്നേഹഗീതികൾ പാടി അമ്മയ്ക്ക് വണക്കം നൽകി കാർമൽ ഗീതങ്ങൾ തുടരാം.
എന്റെ കുറവോർത്തോരുകുന്നൊരമ്മ, മുറിവേതുമറിയുന്നൊരമ്മ, എന്റെ കുറവോർത്തോരുകുന്നൊരമ്മ. സിയോന്റെ വാതിൽ പടിയിലിരുന്ന് കുഞ്ഞിവായെന്നോതുമമ്മ,
എന്റെ കുറവോർത്തോരുകുന്നൊരമ്മ സിയോന്റെ വാതിൽ പടിയിലിരുന്ന് കുഞ്ഞിവാ എന്നോതുമമ്മ എനിക്കീശോയെ നൽകുന്നൊരമ്മ സിയോന്റെ വാതിൽ പടിയിലിരുന്ന് കുഞ്ഞിവാ എന്നോതുമമ്മ എനിക്കീശോയെ നൽകുന്നൊരമ്മ ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ മരിയേ ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ നിഖില, സിയോന്റെ വാതിൽപ്പടിയിലിരുന്ന് കുഞ്ഞേ വാ എന്ന് ഓതുന്ന അമ്മയെക്കുറിച്ച്, ഈശോയെ എനിക്ക് നൽകുന്ന അമ്മയെക്കുറിച്ച് ഒക്കെ മനോഹരമായി നിഖില പാടി. പരിശുദ്ധ അമ്മ എപ്പോഴും ജീവിതത്തിൽ താങ്ങും തണലുമാണെന്നുള്ള ബോധ്യം നിഖിലയ്ക്കുണ്ട് എന്നെനിക്കറിയാം. ടീച്ചറിൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇടപെട്ട ഒരനുഭവം പ്രേക്ഷകർക്കായി പങ്കുവയ്ക്കാമോ? തീർച്ചയായിട്ടും പങ്കുവയ്ക്കാം. കഴിഞ്ഞ മധ്യവേനൽ അവധിക്ക് എനിക്കൊരു കുഞ്ഞ് അനിയത്തിയുണ്ട്. അവളൊരു ക്യാമ്പിന് പോയി. 6ാം ക്ലാസ്സിലാണ് അവൾ പഠിക്കുന്നത്. ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് അവർക്കൊരു ഔട്ടിംഗ് ഉണ്ടായിരുന്നു. ഔട്ടിങ്ങിൽ അവരൊരു മല കയറാൻ പോയി. തിരിച്ചിറങ്ങി വരുന്ന വഴിക്ക് അവൾ കാല് തെറ്റി സ്ലിപ്പായി നല്ല ഹൈറ്റിൽ നിന്ന് വീണു. ആ മലയുടെ മുകളിൽ നിന്ന് വീണിട്ട് ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്. അത്ര അപകടകരമായ ഒരു ഏരിയ ആയിരുന്നത്. കൈക്ക് ഷോൾഡറിന് ഒരു ചെറിയ പൊട്ടും വയറിൽ കുറച്ചധികം നല്ല ഡെപ്തിലൊരു മുറിവും വന്നു. അത്രയും പറ്റിയതല്ല ഒഴികെ അനിയത്തിക്ക് ഒന്നും പറ്റിയില്ല. പരിശുദ്ധ അമ്മ അത്രയും കാപ്പയ്ക്കുള്ളിൽ പൊതിഞ്ഞ് അവളെ സംരക്ഷിച്ചതുപോലെ. ശരിക്കും അവൾക്ക് ഇങ്ങനെ പറ്റി വീണു എന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പം കാര്യം ഇത്ര സീരിയസ് ആണെന്നൊന്നും അറിയില്ല. വീണു, ജസ്റ്റ് എന്തോ പറ്റി. ഞങ്ങൾ വേഗം വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുക ചെയ്ത്. അവിടെ ചെല്ലുമ്പോഴാണ് അവളെ സ്കാൻ ചെയ്യാൻ കയറ്റിയിരിക്കുന്നു. ആകെ അന്നത്തെ അപ്പോഴത്തെ ഒരു ഭീകരാവസ്ഥ അവിടെ ചെല്ലുമ്പോഴാണ് മനസ്സിലാവുന്നത്. ശരിക്കും നമ്മൾ നിന്ന നിപ്പിലെ കാലിൻ്റെ ചുവട്ടിലെ മണ്ണൊക്കെ ഒലിച്ചു പോവുക എന്ന് പറയില്ല, അതുപോലൊരു എന്താ ഇനി പറ്റുകയെന്നറിയില്ല, അതുപോലൊരു അനുഭവം. ജപമാല മുറുക്കെ പിടിച്ചു. ഞാനും അമ്മയും കൂടെ ഞങ്ങൾക്ക് കിട്ടിയ റൂമിലേക്ക് വേഗം പോയി. കൈ മുരിച്ചു പിടിച്ച് അവിടെ നിന്ന് കൊന്തയല്ലി. അവിടെ പെട്ടെന്ന് ഈ ന്യൂസ് അറിഞ്ഞ് വന്ന ഞങ്ങളുടെ കസിൻസ് റിലേറ്റീവ്സും ഒക്കെ എല്ലാവരും കൂടെ നിന്ന് അവിടെ നിന്ന് മുട്ടയെ കുത്തി നിന്ന് ജപമാല ചൊല്ലി. ഒരു കുഴപ്പമില്ലാതെ. ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ആ ഒരു മുറിവ് പറ്റിയതുകൊണ്ട് ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന പോലും അവൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. വീണ സമയത്തോ അത് കഴിഞ്ഞോ ഒന്നും ഒരു ചെറിയ വേദന പോലും ഇല്ലാതെ അവളെ അമ്മ അതുപോലെ സംരക്ഷിച്ചു. അതൊരു ഒരിക്കലും മറക്കാൻ പറ്റാത്ത അമ്മയുടെ ഒരു സംരക്ഷണം നൽകുന്ന അനുഭവമായിരുന്നു. പ്രിയമുള്ളവരെ, ഒരുപാട് അനുഭവങ്ങൾ ഉള്ളവരാണ് നിങ്ങളേവരും എന്ന് എനിക്കറിയാം. പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ ചെറുതും വലുതുമായ അമ്മ കടന്നു വന്ന് കൈപിടിച്ച് വഴിമാറ്റിയ വലിയ ഭീകര അപകടങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്നൊക്കെ മാറ്റിപ്പിടിച്ച ഒരുപാട് അനുഭവങ്ങളുള്ളവരാണ് നിങ്ങളേവരും. പലരും നമുക്കറിയാം. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ, ആമേൻ എന്ന് എത്രയോ തവണ നമ്മൾ ചൊല്ലി തീർത്തു. വിശ്വസിക്കാം നമുക്ക്. ഈ പരിശുദ്ധ മറിയം, ഈ തമ്പുരാൻ്റെ അമ്മ ഇപ്പോഴും നമ്മളുടെ മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷിച്ച് കാത്തുപാലിക്കും. അമ്മയോടൊപ്പം ഹൃദയം ചേർക്കാം. അനുഭവങ്ങൾ നമ്മൾ കേട്ടില്ലേ? കുഞ്ഞനുജത്തിയുടെ വലിയ ഒരു അപകടാവസ്ഥയിൽ ആ ഹോസ്പിറ്റലിൻ്റെ മുറിയിൽ എല്ലാവരും ഒരുമിച്ച് കൂടി മുട്ടുകുത്തി ജപമാല കരങ്ങളിലേന്തി പ്രാർത്ഥിച്ചു. ഉത്തരം കിട്ടി. അതെ, ഈ ജീവിതത്തിൽ കാലുകൾ ഇടറുമ്പോൾ, വഴുതി വീഴുമ്പോൾ ഒക്കെ അമ്മ താങ്ങാണ്. ഈ ജീവിതത്തിലെ ഭൗതികമായ കുറേ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ജീവിതത്തിൻ്റെ സ്വർഗോന്മുഖമായ പ്രയാണമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ആത്മജീവൻ, ആത്മാവിൻ്റെ രക്ഷ, നിത്യജീവന് വേണ്ടിയുള്ള ഉണർവ്, അതിനുവേണ്ടിയാണ് നമ്മുടെ ലക്ഷ്യം. പരിശുദ്ധ അമ്മയെ മുറുകെ പിടിക്കേണ്ടത് ഈ ലോകത്തിലെ കുറേ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാകാതെ ദൈവോന്മുഖമായ ഉന്നതിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത ഗാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
വഴിതെറ്റി അലയുമ്പോൾ അമ്മേ എന്നെയും യഥാർത്ഥ വഴിയായ യേശുവിൽ ചേർക്കണമേ. നമ്മുടെ ഹൃദയ പ്രാർത്ഥനകൾ നമുക്ക് ഉയർത്താം. വിശുദ്ധ ബെർണാർഡ് പറയുന്നു, പരിശുദ്ധ മറിയം നിന്റെ കരം പിടിക്കുമ്പോൾ നിനക്ക് ലക്ഷ്യസ്ഥാനം തെറ്റുകയില്ല. വിശുദ്ധ ഡോമിനിക്ക് പറയുന്നു, നിനക്ക് അവസരം കിട്ടുമ്പോഴൊക്കെ പരിശുദ്ധ മറിയത്തിൻ്റെ നാമം വിശ്വാസപൂർവ്വം ഉച്ചരിക്കുക. വാഴ്ത്തപ്പെട്ട അലൻ പറയുന്നു, ജപമാല പ്രഘോഷിക്കുക. ജപമാല ക്രിസ്തു ജീവിത രഹസ്യ വഴിയാണ്, ക്രിസ്തു രഹസ്യമാണ്. ധ്യാനിക്കുന്നത് ജപമാല ചൊല്ലുമ്പോൾ അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. യേശുനാമം ആവർത്തിച്ചുച്ചരിക്കുമ്പോൾ അത് രക്ഷയായി, സൗഖ്യമായി, ശക്തിയായി, ചൈതന്യമായി, സാന്ത്വനമായി, പ്രത്യാശയായി നമ്മൾക്ക് ഉണർവേകുന്നു. ജപമാല കരങ്ങളിലേന്താം. യഥാർത്ഥ വഴിയായ യേശുവിലേക്കുള്ള വഴിയായ മറിയത്തോടൊപ്പം നമുക്ക് സഞ്ചരിക്കാം. അമ്മ നമ്മളെ സഹായിക്കട്ടെ. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, വഴിയും സത്യവും ജീവനും ഞാനാണെന്ന് അങ്ങ് അരുളി ചെയ്തു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വഴിയായ ഈശോ, അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിലേക്ക്, യഥാർത്ഥമായ വഴിയായ യേശുവിലേക്ക് ഞങ്ങളെ കരം പിടിക്കുന്ന അമ്മ മേരി, അമ്മയുടെ നാമമഹത്വം വർണ്ണിക്കുവാൻ, ജപമാല പ്രഘോഷിക്കുവാൻ, അതുവഴി ഈശോയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്കിടയാക്കണമേ. അമ്മ കൂടെ നിൽക്കണമേ, എന്നും കൂട്ടായിരിക്കണമേ. ആമേൻ.